പാപത്തിന്റെ കുറ്റത്തിന് നാം എല്ലാവരും ഒരിക്കൽ അധീനരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് അറപ്പ് തോന്നുന്ന അനുഭവം, മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട അനുഭവം, മറ്റുള്ളവരാൽ പുറന്തള്ളപ്പെട്ട അനുഭവം, ആരും അടുത്ത് വരാതിരുന്ന അനുഭവം, ആർക്കും കരുണ തോന്നാതെ ഇരുന്ന അനുഭവം. അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, രക്തത്തിൽ കുളിക്കപ്പെട്ടവളായി കുളിക്കപ്പെട്ടവനായി പുക്കിൾക്കൊടി മാറാത്ത ആ അവസ്ഥയിൽ നിന്നെ തള്ളിയതാണ് ആരും ഒരു കണ്ണിനും ദയ തോന്നാതെ ഇരുന്നപ്പോൾ. എന്നാൽ സർവശക്തന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിച്ചു, അവിടുന്ന് നമ്മളോട് ദയ കാണിച്ചു. ദൈവത്തിന്റെ അംശികൾ ഓഹരിക്കാരായി കൃപയുടെ അവകാശികളാക്കി പുത്രത്വവും പദവിയും നമുക്ക് നൽകിത്തന്ന്, അഭിഷേകം നൽകിത്തന്ന്, ആത്മീയ അധികാരം നൽകിത്തന്ന് ഈ സത്യദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ പ്രാപ്തരാക്കിയ ദൈവകൃപയോർത്ത് ദൈവത്തിന് സ്വന്തം കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് സർവശക്തനായ ദൈവം മോശയ്ക്ക് ജനത്തിന് പ്രമാണം കൊടുക്കുമ്പോൾ, കുഷ്ഠരോഗിയെ സംബന്ധിച്ച് പഴയ നിയമം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാം, അവർ പാളയത്തിനകത്തല്ല പാളയത്തിന് പുറത്ത് അവരുടെ വാസം. അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിവാസങ്ങൾ ഇടങ്ങളുണ്ട്. അവിടെ കുഷ്ഠം കഴിയുന്നിടം വരെ അഥവാ കുഷ്ഠത്താൽ ഒരു മരണമുണ്ടാകുന്നിടം വരെ പാളയത്തിനകത്ത് പ്രവേശിക്കാനൊക്കത്തില്ല. ദൈവത്തിന്റെ ശക്തമായ പ്രമാണം, ന്യായപ്രമാണം അവർക്ക് അവിടെ തടസ്സമായി നിൽക്കുക. പാളയത്തിനകത്ത് പ്രവേശിക്കാൻ ഒക്കുകയില്ല. എന്നാൽ പാളയത്തിന് പുറത്ത് കുഷ്ഠരോഗികൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് പാർക്കുന്ന ഒരുവന് അവന്റെ കുഷ്ഠം ഭേദമായെന്ന ബോധ്യം വരുമ്പോൾ അവനവൻ പുരോഹിതനെ അറിയിക്കണം. പുരോഹിതൻ ജീവനുള്ള 2 പശി, ഈസോപ്പ്, ചുവപ്പ് നൂൽ, ധൂമ്രനൂൽ ഇവ അല്ലെങ്കിൽ അവന്റെ അടുക്കൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്നതിന് ശേഷം പുരോഹിതൻ അല്ലെങ്കിൽ ജീവനുള്ള പക്ഷികളെ 2 മാറി മാറി നോക്കും. അതിന് പുരോഹിതന്റെ ഹൃദയത്തിൽ ബോധിച്ച ജീവനുള്ള ഒരു പക്ഷിയെ മൺപാത്രത്തിലെ ഉറവുവെള്ളത്തിന്മീതെ അറക്കുവാനായിടയാകും. അങ്ങനെ ആ രക്തം, പക്ഷിയുടെ രക്തം വീണ ഉറവുവെള്ളത്തിന്മേൽ ജീവനുള്ള പക്ഷി, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, ഈസോപ്പ് ചെടിയുടെ തണ്ട് ഇവ ഒന്നിച്ച് മുക്കിയതിന് ശേഷം കുഷ്ഠരോഗം ശുദ്ധീകരണം പ്രാപിക്കുവാനുള്ളവന്റെ ദേഹത്ത് അത് കുടഞ്ഞതിന് ശേഷം അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും, അല്ലെ രക്തം പുരണ്ട എന്ത് ഞങ്ങൾ 2 പേര് ഒരുമിച്ച പുരോഹിതന്റെ കയ്യിലേക്ക് വന്നത് 2 പക്ഷികളെ ആ രക്തം ഞാൻ തകർക്കപ്പെടേണ്ട, ഞാൻ കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് പുരോഹിതന്റെ ഹൃദയത്തിൽ ഇഷ്ടം തോന്നിയ ഒരു പക്ഷിയെ ഉറവെള്ളത്തിൽ അറക്കുവാനായിടയായി ആ വെള്ളത്തിൽ മുക്കപ്പെട്ട മറ്റേ പക്ഷിയെ സ്വതന്ത്രനായി തുറന്നു വിടുകയാണ്. ഈ പക്ഷിക്കും പറയാനൊരു കഥയുണ്ട്. എന്റെ കൂടെ വന്ന ഒരുവനുണ്ട്, എനിക്ക് വേണ്ടി അവൻ അറക്കപ്പെടുവാനായിടയായി അവന്റെ രക്തത്തിൽ ഞാൻ മുക്കപ്പെട്ടു, ഇപ്പോൾ ഞാൻ സ്വതന്ത്രനായി പോകുകയാണ്. ഇങ്ങോട്ട് പഠിക്കുമ്പോൾ ഉത്തമഗീതമൊക്കെ വരുമ്പോൾ കടന്തൂക്കത്തിൽ ഇരിക്കുന്ന പ്രാവ്, ഹല്ലേലൂയ, ഈ പക്ഷിക്ക് നേരെ, ഈ പ്രാവിന് നേരെ റാഞ്ചന്റെ ശക്തികളുണ്ട്. ഇതിനെ തകർത്ത് കളയുവാൻ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ മേഖലകളുണ്ട്. എന്നാൽ കടന്തൂക്കിന്റെ മറവിലിരിക്കുന്ന പ്രാവ്, അതിന്റെ മുഖം കാണാൻ ഇവിടെ ലോകക്കാർക്കും താല്പര്യമില്ലെങ്കിലും, അതിന്റെ സംഘം കേൾക്കാൻ ഇവിടെ പലർക്കും താല്പര്യമില്ലെങ്കിലും, രക്തത്തിൽ നിന്നെ ശുദ്ധീകരിച്ച നിന്റെ മുഖം കാണുവാൻ നിന്റെ ശബ്ദം കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം അവന്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടു. പുരോഹിതന്റെ കരത്തിൽ 2 പക്ഷികൾ ഇരിക്കുക. പുരോഹിതൻ മാറി മാറി നോക്കി. ഒരു കയ്യിൽ സർവ്വലോകവും ഇനി ജനിക്കപ്പെടുവാനുള്ള ആത്മാക്കളും, മറുകയിൽ തന്റെ ഏകജാതൻ, അല്ലെങ്കിൽ ഏകജാതനെ നോക്കിയപ്പോൾ പ്രവചനത്തിന്റെ നിവർത്തി വന്നു. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏകജാതനെ അറുത്തതിന് ശേഷം ആ രക്തം നമ്മുടെ മേൽ തളിക്കുവാനായിടയായി. രക്തത്താൽ നമുക്ക് ഹല്ലേലൂയ പദവിയും പ്രാഗൽഭ്യവും ലഭിക്കപ്പെടുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.
അതിനുശേഷം താഴോട്ട് വായിക്കുമ്പോൾ, സമയക്കുറവുണ്ടല്ലോ, അവിടെ താഴോട്ട് വായിക്കുമ്പോൾ പാപയാവോ ഹോമയാവോ നടക്കുന്ന ഇടത്ത് വീണ്ടും ഈ കുഷ്ഠരോഗിയെ ശുദ്ധീകരണമായവനെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ അവന് വേണ്ടി ഒരു കുഞ്ഞാടിനെ അകൃത്യയാഗമായി 14-ാം അധ്യായത്തിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകൃത്യയാഗമായി അർപ്പിച്ചതിന് ശേഷം ആ രക്തമെടുത്ത് അവന്റെ വലതേ കാലിലും വലതേ കൈയുടെ പെരുവിരലിലും വലത്തെ കാലിന്റെ പെരുവിരലിലും പുരട്ടണം. പ്രൈസ് ദി ലോർഡ്. പക്ഷി മാത്രമല്ല തകർക്കപ്പെടുന്നത്, ഒരു ദൈവ കുഞ്ഞാട് പാപയാകവും അതൊക്കെ വിസ്തരിച്ച് സംസാരിക്കേണ്ട വിഷയമാണ്. സമയത്തെ ഭയപ്പെടുന്നു. പാപയാകവും ഹോമയാകവും നടക്കുന്ന സ്ഥലത്ത് ഒരു അകൃത്യയാഗം നടക്കപ്പെടുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്. അകൃത്യയാഗം നടക്കപ്പെടുവാനായിടയായി. അകൃത്യയാഗം നടക്കപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ ആ രക്തമെടുത്ത് ഇവന്റെ കാലിന്മേലും കൈയുടെ പെരുവിരലിന്മേലും കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടി ഇവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അടുത്ത പടി, ഇതെല്ലാം സവിസ്തരമായി സംസാരിക്കേണ്ട വിഷയങ്ങളാ. അടുത്ത പടി, അവിടുന്ന് ആലയത്തിനകത്തുനിന്ന് കൂടാരത്തിനകത്തുനിന്ന് എണ്ണ പുരോഹിതൻ കരത്തിലെടുക്കുവാനായിടയാകും. രക്തം പുരട്ടിയെടുത്തു തന്നെ രക്തം പാപത്തിന്റെ മോചനത്തിനായി, അകൃത്യത്തിന്റെ ശുദ്ധീകരണത്തിനായി, കുഷ്ഠരോഗത്തിന്റെ ശുദ്ധീകരണത്തിനായി രക്തം പുരട്ടി ആ ശരീരഭാഗത്ത് തന്നെ എണ്ണയിൽ പുരട്ടിയതിനു ശേഷം ബാക്കി വന്ന എണ്ണ എന്നെ ഒത്തിരി അത് ബലപ്പെടുത്തുവാനായിടയായി. ബാക്കി വന്ന എണ്ണ ആ കുഷ്ഠരോഗി ശുദ്ധീകരണം പ്രാപിക്കുന്നവന്റെ തലയിൽ ഒഴിച്ചതിന് ശേഷം ഒരു പ്രഖ്യാപനം, ഇന്നു മുതൽ നീ ശുദ്ധിയുള്ളവനാ. പാപമോചനം നന്ദിയെന്ന് യേശു ക്രിസ്തുവിന്റെ അതെ പാപപരിഹാര വരികിൽ കൂടെ ദൈവസഭയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയത് സ്വന്തം ആത്മാവിന്റെ അച്ചാരം നമുക്ക് ലഭിക്കപ്പെടുവാനായിടയായി. എണ്ണയവന്റെ തലമേൽ ഒഴിക്കപ്പെടുവാനായിടയായി. നിർത്തട്ടെ. പൗലോസപ്പോസ്തലൻ ഈ വെളിപ്പാട് പ്രാപിച്ച എബ്രായ ലേഖനം 13-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ നിന്നുകൊണ്ട് പാപത്തെ വഹിച്ചുകൊണ്ട് പട്ടണ നഗരവാതിക്കലിന് പുറത്ത്, ശരിയായ പരിഭാഷ, പാളയത്തിന് പുറത്ത്, പട്ടണത്തിന് പുറത്ത് യേശു നമ്മുടെ അടുക്കിലേക്ക് വരുവാനായിടയായി. പാളയത്തിന് പുറത്ത് തകർക്കപ്പെട്ട് അതിൽ ഒരു കണ്ണിനും ദയവാനാതെ ന്യായപ്രമാണത്തിന് ആചാരങ്ങൾക്കോ ധർമ്മങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് നിത്യതയുടെ അവകാശം നമുക്ക് തരാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഒരുവൻ നമ്മെ തേടി വരുവാനായിടയായി. യേശുവും പാളയത്തിന് പുറത്ത് വെച്ച് കർച്ച സഹിച്ചു. തന്റെ ദേഹമെന്ന തിരീശയില കാൽവരിയിൽ ചീന്തുവാനായിടയായി. അതുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ കുഷ്ഠം മായ്ച്ചു തരുവാൻ കർത്താവിന്റെ ദേഹമെന്ന തിരശ്ശീല കാൽവരിയിൽ ചീന്തി ജീവന്റെ പുതുവഴി നമുക്ക് വേണ്ടി തുറക്കപ്പെടുവാനായിടയായി. ഈ മേശയോട് നാം അടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ആത്മാവിന്റെ ചിന്തയിൽ മുന്നേറുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ.